തുടർ പരാജയങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. മമ്മൂട്ടി എന്ന നടൻ തീർന്നുവെന്ന് പലരും പരസ്യമായി തന്നെ പറഞ്ഞിരുന്ന കാലം. പിന്നീട് ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി നഷ്ടപ്രതാപം തിരികെ പിടിക്കുകയായിരുന്നു. ഈ കാലത്ത് അദ്ദേഹം അഭിനയിച്ചു നിർത്തിയ സംവിധാനത്തിലേക്ക് തിരിയാൻ വരെ ആലോചിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ ആ കഥ പങ്കുവച്ചിരുന്നു. അഭിനയത്തിൽ നിന്ന് പുറത്താക്കിയതും സംവിധാനത്തിലൂടെ പിടിച്ചു നിൽക്കാനായിരുന്നു മമ്മൂട്ടിയുടെ പ്ലാൻ. സംവിധാനം ചെയ്യാൻ മമ്മൂട്ടി അഡ്വാൻസ് വാങ്ങിയെന്നും തിരക്ക് തേടി തുടങ്ങിയിരുന്നുവെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ആ വാക്കുകൾ ഇങ്ങനെ: "അഭിനയത്തിൽ നിന്നും താൻ പുറത്താകുമോ എന്നൊരു സംശയം മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ സമയത്ത് തൃശ്ശൂരിൽ നിന്നുള്ള വർഗീസ് എന്നൊരാളിൽ നിന്ന് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാനുള്ള അഡ്വാൻസ് വാങ്ങിയിരുന്നു. അഭിനയത്തിൽ നിന്ന് വെളിയിലായാലും സംവിധാനത്തിലൂടെ പിടിച്ചു നിൽക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാനെന്ന് തോന്നുന്നു." തിരക്കഥ എഴുതിയത് നടൻ വി.കെ. ശ്രീരാമനാണ്. അങ്ങനെ ശ്രീരാമൻ ചർച്ചയ്ക്കായി മമ്മൂട്ടിയെ കാണാൻ മദ്രാസിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ നിന്ന് മമ്മൂട്ടിയും ശ്രീരാമനും കൂടി നിലമ്പൂരിലേക്ക് പോകുന്നു. മാസങ്ങളോളം ഇങ്ങനെയുള്ള പരിപാടികളാണ്. നിലമ്പൂരിലെ ആദിവാസികളെ പറ്റിയുള്ള കഥയാണ് മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന സിനിമയെന്ന് ഞാൻ അക്കാലത്ത് കേട്ടിരുന്നു. മാസങ്ങൾക്ക് ശേഷം നാവർക്കലയുടെ ചിത്രീകരണത്തിനിടെ ഞാനും മമ്മൂട്ടിയും കണ്ടു. "ഒരു ദിവസം നിനക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ എഴുതാൻ പറ്റുമോ?" എന്ന് മമ്മൂട്ടി ചോദിച്ചു. "ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ എംഡിയോട് പറഞ്ഞാൽ അദ്ദേഹം എഴുതിത്തരും. പക്ഷേ ആ സിനിമ വിജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ എംഡിക്ക് പോകും. നീയാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ" എന്ന് മമ്മൂട്ടി പറഞ്ഞു. "ഞാൻ എഴുതിയിട്ട് ക്രെഡിറ്റ് മുഴുവൻ നിങ്ങൾക്കെടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ എന്നെ കിട്ടില്ല" എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതൊരു അസൗകര്യമെടുത്തു. മമ്മൂട്ടി പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. മമ്മൂട്ടി ഭയങ്കര തിരക്കിലായി. ന്യൂഡൽഹി എന്ന സിനിമയിലൊക്കെ വന്നു. അഭിനയത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. എങ്കിലും സംവിധായകനാകാനുള്ള മനസ്സ് കുറേക്കാലം മമ്മൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരിക്കൽ മദ്രാസിൽ ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് "എന്താണ് നിന്റെ അഭിപ്രായം" എന്ന് മമ്മൂട്ടി ചോദിച്ചു. സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഭിപ്രായം പറയണോ എന്ന് സിനിമ കണ്ടിട്ട് പോരെ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ആദ്യം മുതൽ അവസാനം വരെ സിനിമ തൻ്റെ മനസ്സിലുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു. കഥ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ കഥയൊന്നും ശരിയായിട്ടില്ലെന്നായിരുന്നു മറുപടി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്.